hello guys, welcome back to my channel Aruna's World and this is Aruna. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് എന്ന് വെച്ചാൽ 2-3 ദിവസം കൊച്ചിന് വയ്യായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ലെങ്ത് വീഡിയോസൊക്കെ ചെയ്യുന്നത് കുറവായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 3-4 ദിവസം ഹോസ്പിറ്റലായതുകൊണ്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ അതാണ് എന്താ കുരുവൊക്കെ വന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് തല പൊക്കിയിട്ടേ ഉള്ളൂ, പുറത്തോട്ട് വന്നിട്ടില്ല. അതെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇച്ചിരി ഭ്രാന്ത് കൂടിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഞാൻ എന്തൊക്കെയോ മുഖത്ത് വാരി തേക്കുന്നുണ്ട്, കൈ കിട്ടുന്നതെല്ലാം ഞാൻ വാരി തേക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ റിസർച്ച് ചെയ്തിട്ട് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ വാരി തേക്കുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, ഞാൻ സക്സസ് ആയത് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് പൊതുവെ ഓയിലി സ്കിൻ ആണെങ്കിൽ പൊതുവെ ഇങ്ങനെ കുരുക്കളൊക്കെ വരും. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ അഴകൊക്കെ പാണ്ടും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എൻ്റെ മുഖത്തിന് ഒരു സമാധാനവും സംതൃപ്തിയും വരത്തുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് വലിയ കുത്തിരിയുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഇതിപ്പോൾ ഒരു പുതിയ സാധനം പുറത്ത് തോന്നി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം. ഇതാണ് എനിക്ക് ജനിച്ച പോലൊരു സംഭവം ഉണ്ട്, അൽഷിമേഴ്സ്. ഞാൻ എന്തെങ്കിലും വലിയ കാര്യമായിട്ട് ചെയ്യാൻ വന്നിരിക്കും, പക്ഷെ മറന്നു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അറിഞ്ഞിട്ട പേരാണ് അരുണ എന്ന്. എന്നെ എല്ലാവരും വിളിക്കുന്നത് അരുണ എന്നല്ല, അരുണ എന്നാണ്. കാരണം ഈ മറവി എനിക്ക് ജനിച്ചപ്പോൾ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടാവുന്നിരിക്കും. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അതായത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ചെയ്യുന്ന ടൈപ്പ് ഹാക്കില്ലേ, അതേപോലത്തെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഹാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താ സംഭവം എന്നറിയാമോ? ഫെവിക്കോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൊച്ചെന്തോ മുറിഞ്ഞു വയസ്സാണ് അല്ലെങ്കിൽ ഉടിഞ്ഞു വയസ്സാണ് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫെവിക്കോളും കൊണ്ട് വന്നിരിക്കുന്നത്. നോ, അല്ല, ഇത് ഞാൻ മുഖത്ത് വയ്ക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നിയമമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ജസ്റ്റ് എടുത്ത് വാരി പോത്തി തേക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. വീട്ടുകാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് മുഖത്ത് പാണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല, അതേപടി തന്നെ ചെയ്താലും മൊത്തം കൊണ്ടു കിടക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഒരു നൊസ്റ്റു ഫീൽ വരുന്നു. പണ്ട് നമ്മുടെ വീട്ടിൽ തടിപ്പണിയൊക്കെ നടക്കുമ്പോൾ ചേട്ടന്മാരുടെ തൊക്കെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ പോയി മണക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, പൊതുവേ പട്ടിയുടെ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫെവിക്കോൾ. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫേസിൽ, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഞാൻ എന്തിങ്ങനെ വീണ്ടും പറയണേ, എനിക്കറിയാൻ പാടില്ല. ഇത്രേ ഉള്ളൂ. ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് വേടിയത് ആൾക്കാർ ഞാൻ മൂക്കിൻ്റെ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പം മൂക്കിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് ദൈവത്തിനറിയാം. പ്രേ ഫോർ മീ. ഈശ്വര, തൽക്കാലം ഞാൻ ഈ ഒരു ഭാഗത്ത് ഞാനുണ്ടല്ലോ ആദ്യം ഒന്ന് കയ്യിലൊന്ന് അപ്ലൈ നോക്കിയേ. കയ്യിൽ വൈറ്റ് ഹെഡ്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും റിമൂവ് ആയില്ല. പക്ഷെ സംഭവം പൊളിഞ്ഞു പോകുന്നു കേട്ടോ, അത് തന്നെ വലിയ കാര്യം. അതായത് ഞാൻ വിചാരിച്ചു നല്ല മണം, അപ്പോൾ കുഴപ്പമൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. മൂക്കല്ലേ, സർജറി ചെയ്ത് ശരിയാക്കാമല്ലോ. എൻ്റെ മൂക്കുണ്ടോ, എല്ലാവരും എന്നോട് പറയുന്നത് പന്നിമൂക്കാണ്. കാരണം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെയാണ് ഈ മൂക്കിൽ കൂടെ ശ്വാസം വിടർന്നത്? മൂക്കിൻ്റെ ഓട്ടം ഉണ്ടോ? ഭയങ്കര ചെറുതാണ്. പക്ഷേ ഉണ്ടല്ലോ, എനിക്കിഷ്ടമല്ല എൻ്റെ മൂക്ക്. കാരണം എനിക്ക് വലിയ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മൂക്ക് കണ്ടോ തീരെ ചെറുതാണ്, ശ്വാസം വിടാൻ പോലും പറ്റില്ല ഗൈസ്. ഭയങ്കര കഷ്ടപ്പാടാണ് എനിക്ക്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കഴിയിട്ട് എന്തോരം നേരം എടുക്കും? എനിക്കൊന്ന് കുറച്ച് നേരം എടുക്കുമായിരിക്കും ചിലപ്പോൾ ഉണങ്ങാനായിട്ട്. കാരണം ഞാൻ കയ്യെ തേച്ചിട്ട് തന്നെ കുറേ നേരം എടുത്തായിരുന്നു ഉണങ്ങാനായിട്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ കേട്ടത് ട്രാൻസ്പെറൻ്റായി വരുമെന്നാണ്. എനിക്ക് ചെറുതായിട്ട് എരിയും ഒക്കെയാണ് കേട്ടോ. കുഴപ്പം ഉണ്ടാവില്ലായിരിക്കും, ഇല്ലല്ലേ? കുഴപ്പം ഉണ്ടായാലും ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യും. അല്ല പിന്നെ വാശ ആര് വരുമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഉണങ്ങി കഴിയട്ടെ കേട്ടോ. അപ്പോൾ ഇതേണ്ട നമ്മുടെ ഫെവിക്കോളൊക്കെ ഉണങ്ങി ഇതായി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും വരുന്നില്ല കേട്ടോ, ഉണ്ടോ? ഫുള്ള് മൊത്തം ഞാൻ ചിലതിൽ കണ്ടാൽ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആവുന്നു കേട്ടോ. പക്ഷേ ഇത് ഫുള്ള് ട്രാൻസ്പെറൻ്റ് ഒന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇച്ചിരി കട്ടി കൂടുതലാണ്, അതുകൊണ്ടായിരിക്കും അവിടെ ട്രാൻസ്പെറൻ്റ് ആവാത്ത. പക്ഷേ ഇത് ഈ പോർഷനൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊളിച്ച് നോക്കാം അല്ലേ?
എനിക്ക് ആദ്യമൊക്കെ കുറച്ച് എരിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പടച്ചോനി തൊലിയൊക്കെ പോവുമായിരിക്കും ഇതൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ. ആദ്യത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ ഓക്കെ ആയിട്ടോ. ഇതുണ്ടോ കണ്ടാ അതേ പോരുന്നുണ്ട് കേട്ടാ. ഞാൻ വിചാരിച്ചത് വലിച്ചെടുക്കേണ്ടി വരുമെന്ന്. അതേ കൊള്ളം പോരുന്നുണ്ട്. ഒന്ന് പൊളിച്ചു നോക്കട്ടെ. ഹായ് നൈസല്ല. കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വേദന ചെറിയ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മൂക്കൂത്തിയിലായിട്ടുണ്ട്. പോരുന്നില്ല. അത് കുഴപ്പമില്ല. ഞാൻ വല്ല വലിച്ചെറിച്ച് കളയാം. കുഴപ്പമില്ല കേട്ടോ. പോകുന്നു. മുകളിലത്തെ ഭാഗം പോന്നിട്ടുണ്ട്. അയ്യോ ഇവിടെ ചെറിയ വേദനയൊക്കെ പഠിച്ചാനെ അമ്മേ. അയ്യോ താഴെ ചെന്നപ്പോൾ കൊച്ചു അമ്മയ്ക്ക് വാവു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പോവും അമ്മേ. അമ്മസ്കി പടച്ചോനെ കത്തോണേ അമ്മ. അയ്യ അമ്മ. ഇതിപ്പോൾ വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കിങ്ങനെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഹെഡ്സ് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. സീരിയസ്ലി എനിക്ക് മൂക്കിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് എടുത്തതിൻ്റെ ഭാഗമായിട്ടൊരു ചുമപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്കിൻ കുറച്ച് വലിയുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചുമപ്പല്ല. അല്ലാണ്ട് വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ കുഴപ്പമില്ല എന്ന് മാത്രം. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് വാവ് സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറേ പേര് ഭയങ്കര കിടുവാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത്ര കുഴപ്പമില്ല. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനി വല്ല ഇൻഫെക്ഷനല്ല വല്ല ചൊറിച്ചിലോ എല്ലാം വരുമെന്ന് ദൈവത്തിനറിയാം. ഒന്നാമത് എൻ്റെ സ്കിൻ മൊത്തത്തിൽ ഭയങ്കര സെൻസിറ്റീവാണ്. കുഴപ്പമൊന്നുമില്ലായിരിക്കും. ചത്തുമൊന്നുമില്ലല്ലോ. കൂടിപ്പോയി മൂക്ക് മാറ്റി വയ്ക്കേണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സർജറി ഇല്ല. ഡോണ്ട് വരി, വരുമൊന്നുമില്ല. ഓക്കെ സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.